അപ്പോൾ നമുക്ക് 2 പൊടിപ്പുള്ള തെങ്ങും തൈ കണ്ടങ്ങൾ. ഒരു തേങ്ങക്ക് 2 പൊടിപ്പ് കാണിച്ചു കൊടുക്കണ്ട. ഒരു തേങ്ങക്ക് 2 പൊടി നല്ല പൊടിച്ച് വളർന്ന് ഞാനിപ്പം കവറിലാക്കിയതാണ്. ഇത് കണ്ടങ്ങൾ 2 പൊടിപ്പ് നല്ല ഉഷാറായിട്ട് പൊടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തൈകളുമാണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി തെങ്ങും തൈ കുറ്റിയാടി തെങ്ങും തൈയുമാണെങ്കിൽ എന്നെ നമ്മളെ സമീപിക്കുക. നമ്മൾ തരും നിങ്ങൾക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി തെങ്ങും തൈ കുറ്റിയാടി തെങ്ങും തൈ തരും. അതുപോലെ തന്നെ കുറുവൻ തൈ തരും. ചോന തെങ്ങിൻ്റെ തേങ്ങ തരും. എല്ലാം നമ്മൾ തരും. നല്ല ഇനം ഫസ്റ്റ് ക്വാളിറ്റി തെങ്ങും തൈ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ നമ്മൾ തരും. എല്ലാ സാധനങ്ങളും വള്ളിത്തലകൾ തൈകളാണ് ഇപ്പം പേക്ക് ചെയ്തതാണ്. നിങ്ങൾക്ക് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് നല്ലതാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് 4 കൊല്ലം കൊണ്ട് നല്ല കായ് വലം തരുന്ന തെങ്ങും തൈയാണ് കുറ്റിയാടി തെങ്ങും തൈ നല്ലോണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നമ്മൾ തരും. തെങ്ങും തൈ ചോന തരും, എല്ലാം തരും. ഇതുണ്ടെങ്കിൽ നല്ല നിർദ്ദ ഇപ്പോൾ ഒരു 1.5 മാസമായിക്കാളും ഇതിപ്പോൾ പേക്ക് ചെയ്തിട്ട് ഒക്കെ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ തരും. ഇതിപ്പം 2 മാസമായിക്കാളും നിറച്ചിട്ട് ഇതുണ്ടെങ്കിൽ നല്ല ഐശ്വര്യമുള്ള തെങ്ങും തൈ. അതുപോലെ തന്നെ പന്നിയൂർ 5-ൻ്റെ വള്ളി ഇതുണ്ടെങ്കിൽ നല്ല വള്ളിത്തലയും അതുപോലെ പന്നിയൂർ 5-ൻ്റെ വള്ളിത്തലയും ഞാൻ തരും. ഒക്കെ നല്ല ഇനം. ഇത് 1.5 കൊല്ലം കൊണ്ട് കായ് ബലം കിട്ടുന്ന 1-ാം നമ്പർ ഫസ്റ്റ് ക്വാളിറ്റി വള്ളിത്തലയും നമ്മളെ നേഴ്സറിയിൽ വന്നാൽ ഞാൻ തരും. ഒക്കെ കുറ്റിക്കുരുമുളക് എല്ലാം തരും. ചോന തെങ്ങും തൈ, ചോന ചെന്തങ്ങിൻ്റെ തൈ നിങ്ങൾക്ക് നമ്മൾ തരും. ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് കൃഷി ചെയ്യല്ല കൃഷിക്കാർക്കും എന്നെ സമീപിക്കുക. ഞങ്ങൾക്ക് നല്ല ചെന്തങ്ങിൻ്റെ തൈ, ഇത് കുറ്റിയാടി ചെന്തങ്ങൻ തൈ, നല്ല ചോന തെങ്ങും തൈ, കൂടുതൽ തേങ്ങ ഉൽപ്പാദനമുള്ള തെങ്ങും തൈ നമ്മൾ തരും. ചെന്തങ്ങിൻ്റെ തൈ അപ്പോൾ നമ്മളെ വിളിക്കുക. നമ്മൾ നിങ്ങൾക്ക് തരും. എത്ര മാനങ്ങൾ തരും. നല്ല ഇനം തെങ്ങും തൈകളാണിത്. കുറ്റിയാടി തെങ്ങും തൈ, ചോനത് എല്ലാ ജാതിയുള്ളതും നമ്മൾ തരും. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളേരി കൃഷി ഉണ്ടാക്കിയാലോ. വെള്ളേരി 1-ാം നമ്പർ നല്ല വെള്ളേരി ഉണ്ടെങ്കിൽ വെള്ളേരിൻ്റെ വിത്തുകൾ നല്ല ഇത് നമ്മളൊരു 5-8 കുണ്ട് കുഴിച്ചിട്ട് അതിൽ നമ്മൾ നല്ലോണം കൃഷി ചെയ്യുക. ഓക്കെ. നല്ല ഇങ്ങനെ നല്ല കുണ്ട് കുഴിച്ച് ആർത്തിച്ചിട്ട വീതിയിൽ നല്ല വീതിയിൽ തറച്ച് ഇങ്ങനെ തറച്ച് 4 തുറ ഇങ്ങനെ തറച്ചതിൻ്റെ ശേഷം കുണ്ട് കരിച്ചതിൻ്റെ ശേഷം നമുക്ക് വിടും. ഇങ്ങനെ കുണ്ട് കുഴിക്കുക. നല്ലോണം ചാച്ചിങ്ങനെ ഇങ്ങനെ കുണ്ട് കുഴിക്കുക. നമ്മൾ കുണ്ടിന് കല്ലെല്ലാം അങ്ങ് പെറുക്കി കളഞ്ഞ് നല്ലോണം മണ്ണ് നല്ല കണ്ടീഷനാക്കി എടുക്കുക. ഇങ്ങനത്തെ കല്ലെല്ലാം അങ്ങ് എടുത്ത് കഴിയുക. ഇതിന് ശേഷം നമ്മൾ കുണ്ട് കരിച്ച് 4 പുറയെ നല്ല കണ്ടീഷനാക്കി എന്തെങ്കിലും തൂപ്പുകളിട്ട് കുണ്ട് കരിച്ചതിന് ശേഷം ചതപ്പടിയിലിട്ട് നല്ല മണ്ണ് നല്ല കണ്ടീഷനാക്കി ഇങ്ങനത്തെ വളങ്ങൾ വിട്ടതിന് ജൈവവളം വിട്ടതിന് ശേഷം നല്ല കണ്ടീഷനാക്കിയിട്ട് എടുക്കുന്നതാണ്. നമ്മൾ കുണ്ട് ഏകദേശം ഇങ്ങനെ കരിച്ചതിൻ്റെ ശേഷം നല്ലോണം ആദ്യം ഒന്നും കൂടി ഇങ്ങനെ നല്ലോണം നിരത്തിയതിൻ്റെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം ഇങ്ങനത്തെ ഒന്നും കൂടി ഭാരിക്കില്ല. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ജൈവവളം കുറച്ച് ഇങ്ങനെ 2-3 കയ്യിൽ ഇങ്ങനെ ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ആവും നമ്മൾ ഇങ്ങനെ കുഴച്ചതിൻ്റെ ശേഷം ഇങ്ങനെ ആക്കി എടുക്കുക. നല്ലോണം കണ്ടീഷനായിട്ട് മിസ്സാക്കി എടുത്തതിൻ്റെ ശേഷം ആദ്യം കുണ്ടിയിൽ ഇങ്ങനെ നിർത്തിയതിൻ്റെ ശേഷം നമ്മൾ ഇതിലൊരു വിത്ത് നടുന്നതാണ് നല്ല കണ്ടീഷനായിട്ട്. എന്നിട്ട് ചെറുങ്ങനെ ഒരു നനവും അധികം നനക്കുക. ഒത്ത നനവും നനച്ചതിന് ശേഷം നമ്മൾ ആടിടുക. 1.5 ആടിപ്പം നനക്കുക. പിന്നെ ദിവസവും നല്ലോണം നനച്ചതിന് ശേഷം നല്ലോണം കൃഷി ചെയ്യുക. എല്ലാ കൃഷികളും നമ്മൾ ജൈവവളം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന എല്ലാ കൃഷിയും ചെയ്യുക. സ്ഥലത്തിരിയാൻ വേണ്ടു 2 സെൻറ്റും 3 സെൻറ്റും എല്ലാം നമുക്ക് നല്ലോണം കൃഷി ചെയ്തിട്ട് നമുക്ക് വീട്ടാവശ്യത്തിന് തന്നെ വെള്ളേരിയെല്ലാം നല്ലോണം കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇപ്പോഴാണ് വെള്ളേരി നടേണ്ട സമയം. എല്ലാ കൃഷിയും നമ്മൾ ഉണ്ടാക്കി നല്ലോണം മുന്നേറ്റം നടത്തും. എല്ലാ മേഖലയിലും 2-3 സെൻറ്റും എല്ലാം ഉണ്ടെങ്കിൽ കേൾക്കണം നിറച്ച് കൃഷി ചെയ്യുക. ഒരു വള്ളിത്തോട്ടം ഉണ്ടാക്കണേ 2 സെൻറ്റിൽ ജോലിക്ക് 2 കണ്ട് ഒരു 2 സെൻറ്റിൻ്റെ അതിൽ നിറച്ച് കവുങ്ങും വള്ളിയും എല്ലാം കുറിച്ച്. അതുപോലെ തന്നെ കപ്പ എല്ലാ കൃഷിയും നമുക്ക് ചേമ്പ് എല്ലാം നിറച്ച് കൃഷി ഉണ്ടാകും. സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമല്ല. ചെളിയാക്കി 2-3 സെൻറ്റ് വല്ല ഉണ്ടാവും. ഓല പോലിക്കെല്ലാം നല്ലോണം ആദായം ആക്കിയെടുക്കാം നമുക്ക്. റെഡിക്ക് കൊല്ലത്തിൽ നിങ്ങൾ പറയുന്ന കൊല്ലത്തിൽ 2 സെൻറ്റിൽ ജോലിക്ക് ഓലിക്കും നല്ലോണം ആദായം എടുക്കാം. കവുങ്ങ് വള്ളികൾ അതുപോലെ തന്നെ പടുവ കൃഷി എല്ലാം ചെയ്താൽ കൊക്കോ കൃഷി എല്ലാം ചെയ്താൽ നല്ലോണം വിളവ് കിട്ടും നമുക്ക്. നല്ലോണം ചാണകമെല്ലാം ഉപയോഗിച്ച് ചാണകമൊക്കെ കലക്കി ഒഴിക്കുകയെല്ലാം ചെയ്താൽ നല്ലോണം ആദായം കിട്ടും നമുക്ക്. ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്താൽ അപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് നല്ലോണം മുന്നേറ്റം നടത്തുക. ജൈവവളം ഇടുന്നതാണ്.